കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല ആൾക്കാർക്കും വരുന്ന ഒരു ജീവിതത്തിന് വരുന്ന ഒരു ശുദ്ധ മണ്ടത്തരം എന്താണെന്നറിയാമോ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് കയറി അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിക്കും. ഞങ്ങൾക്ക് സോ ആൻഡ് സോ ഉണ്ടെന്ന് പറയും. നിങ്ങളെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർക്കെല്ലാം പണി കിട്ടി മാറണ കാണാം. നിങ്ങളെ പലപ്പോഴും ദൈവത്തെ മനുഷ്യന്മാർ അവലംബിക്കുന്നതിനോ ഉപേക്ഷിക്കുന്നതിനോ കാരണമായി വരുന്നത് പലപ്പോഴും ഇവർ അഭയം പ്രാപിച്ചിരിക്കുന്ന പൊയ് ജന്മങ്ങളാണ്. പലപ്പോഴും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് അവരുണ്ട്, അമ്മാവരുണ്ട്, അങ്കിളുണ്ട്, നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് മാത്രമേ ദൈവം നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങളതൊരു ആസ്തിഭദ്രതയായിട്ട് എടുക്കരുത്. സ്വന്തം ആരോഗ്യം പോലും ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് എന്ന് തോന്നിയാൽ ഉടനെ ആത്മവിശ്വാസം വരും. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ മക്കളുടെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, സ്ഥിര നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, ജോലിയുടെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം വന്നാൽ അതിലേതെങ്കിലും സമയത്ത് ഹിറ്റ് ചെയ്തൊരു തന്മാത്ര കയറും. എന്താണ്? ആത്മവിശ്വാസം കൂടും, സൂപ്പർ കോൺഫിഡൻസ് ആവും. കോൺഫിഡൻസിൻ്റെ കൂടെ ഇപ്പോൾ ഒരു വിശ്വാസത്തിന് ഒരു കാര്യം നിങ്ങൾക്ക് ആത്മവിശ്വാസമായി, മക്കള് ജോലിക്കാരനായപ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസമായി. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ അവർക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി കൂടി. കോൺഫിഡൻസ് സൂപ്പർ കോൺഫിഡൻസിലേക്ക് പോയി. കോൺഫിഡൻസ് സൂപ്പർ കോൺഫിഡൻസിലേക്ക് പോകുമ്പോൾ ഒരു തന്മാത്ര കയറുന്നുണ്ട്. ചില ബോഡിയിലേക്ക് സൂപ്പർ കോൺഫിഡൻസ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അഹങ്കാരമായിട്ട് കൺവേർട്ട് ചെയ്യും. അതൊരു പ്രശ്നമാണ്. അത് നേച്ചറിനെ ബാധിക്കുന്ന വിഷയമാണ്. ചിലക്ക് സൂപ്പർ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഉപരി ആത്മവിശ്വാസം. ഇപ്പം നിങ്ങൾ വീട് വെച്ചു, നിങ്ങളുടെ ലോൺ തീർന്നു, ഇന്നലെ കൊണ്ട് ലോൺ അടച്ച് തീർത്തു. മകന് ഇളയവന് ജോലിയുമായി എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? ഇന്നലെ കൊണ്ട് വീടിൻ്റെ ലോൺ അടച്ച് തീർത്ത് ഇളയവന് അപ്പം ജോലിയും കിട്ടി. യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വസ്ത്രം പറയുമ്പോഴും കോൺഫിഡൻസ് സൂപ്പർ കോൺഫിഡൻസ് ആകുന്നുണ്ട്. കോൺഫിഡൻസ് ചില വ്യക്തികളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ നടക്കും. എന്താണ്? അവർക്ക് ബേസിക് അഹന്തയുള്ള ആളാണ്. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നെന്ന് പറയുന്ന വർഗ്ഗമാണ് ആ സാധനം. ഈ ബേസിക്കായിട്ട് അഹങ്കാരിക്ക് സൂപ്പർ കോൺഫിഡൻസ് കയറി കഴിഞ്ഞാൽ അത് ഉടനെ ആത്മനാശത്തിലേക്ക് സാധനം കുപ്പുകുന്നത് കാണാം. ദൈവം പണി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവന് ഇങ്ങനെയുള്ള ദുർചിന്തകൾ ഉണ്ടാകും. ഒരു കുഴപ്പമില്ല. കാര്യം ഇവർ തൽക്കാലം വൈദ്യപ്പഴപ്പിന് വേണ്ടി ദൈവത്തിൽ കമന്ന് വീണതാണെന്ന് ദൈവത്തിനും അറിയാം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അറിയാവുന്നുള്ളതാണേ. നമ്മളെ അറിയാം എന്നല്ലേ? എനിക്ക് നിന്നെ നന്നായി അറിയാം എന്നുള്ളത് നിസ്സാരമായ ഒരു അറിവല്ല. മോസസ് ഇന്ന ഉയർച്ചയ്ക്ക് മുഴുവൻ കാരണം ദൈവത്തിൻ്റെ അറിവാണ്. അതുപോലെ മനുഷ്യന്മാരുടെ പല തകർച്ചയ്ക്കും കാരണം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുൻകാല പ്രാബല്യത്തോടുകൂടിയുള്ള അറിവാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് പണി കൊടുത്ത ഭയങ്കര ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമായിരിക്കും നീയേ. അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഉടമ്പടിയിലേക്ക് വരാൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ എനിക്ക് നന്നായി അറിയാവുന്നു.
ഇതാണ് എല്ലാ പ്രീതിയുടെയും ബേസ്മെൻറ്റ്. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നോ? ബിക്കോസ് ഐ നോ യു വെൽ. എനിക്ക് നിന്നെ നന്നായി അറിയാം. എൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വെളിച്ചത്ത് ജീവിക്കുന്ന ജീവിതമായിരിക്കണം നമ്മുടേത്. മോസസിനെ അറിയാം. കാര്യം എന്ത് ദൈവം ചെയ്താലും ചെങ്കടൽ പിളർത്തിയത് അന്ന് കർത്താവാണെന്നും മോസസ് മരിക്കണവരെ അത് കർത്താവ് തന്നെയായിരിക്കും, അല്ലാതെ ഇവൻ്റെ കയ്യിരിക്കുന്ന വടിയായിരിക്കത്തില്ല. അതാണ് വിഷയം. കനായ പാറ പൊട്ടിച്ച് വെള്ളം ഒഴുക്കിയത് മോസസിൻ്റെ മരണം വരെ അത് കർത്താവ് തന്നെയായിരിക്കും, അല്ല മോസസിൻ്റെ കഴിവായിരിക്കത്തില്ല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് തന്നെയാണ് ഈ ഫോളോ ചെയ്യണതെല്ലാം. ഈ ബട്ട് ബൈ ഗ്രേസ് ചില ആൾക്കാർ കാര്യം കാണുമ്പോൾ തൽക്കാലത്തേക്ക് അംഗീകരിക്കുമെങ്കിലും 6 മാസം കഴിയുമ്പോൾ അംഗീകരിക്കത്തില്ല. അത് എൻ്റെ ഇളയ മകൻ നല്ല ബ്രില്യൻ്റ്, അവൻ എൻ്റെതാണ് മകനെ എന്ന് പറയും. തീർന്ന പോലെ കേൾക്കാണറിൻ്റെ കേട്ടത്. കാരണം പപ്പ ആദ്യം പഠിച്ചിട്ടില്ല, പിന്നെ പഠിച്ച കോത ഞാനാണ്. അപ്പം എൻ്റെ കുഞ്ഞായിരിക്കുമല്ല ഈ കയറി പോണത്. അപ്പം നമ്മൾ അറിയാതെ ഇവൻ്റെ ഔന്നത്യം നമ്മുടെ അക്കൗണ്ടിലാക്കും. അമ്മ പാർസല് പണി മേടിക്കാൻ പോവുകയാണേ. ഇങ്ങനെ അഹങ്കാര ജന്മങ്ങളാണ്. ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും കുത്തുപാള എടുക്കേണ്ടി വരും. എന്താ കാര്യം? അമ്മ അതാണ് പറയണത്. അവിടെ തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ. വിനീതാവസ്ഥ എന്ന് പറയണത് ഒരു സച്സ്കോയാണ്. അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം വിനീതാവസ്ഥ നിലനിർത്തുക എന്ന് പറയണത് വിശ്വാസ വളർച്ചയുടെ പുതിയ പുതിയ രൂപങ്ങളാണത്. ഒരു മനുഷ്യന് കേവല വിശ്വാസം ഉണ്ടാകാം. കേവല വിശ്വാസം അടിക്കടി ഇങ്ങനെ ഓരോ ഘട്ടവും വളർന്നിട്ട് വിശ്വാസം വേറെ പല പേരുകളിലും അറിയപ്പെട്ടുകൊണ്ടിരിക്കും. ആത്മീയ വളർച്ച അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തിൻ്റെ പേരുകൾ ക്രോണോളജിക്കലായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. നിനക്കിൻ്റെ പ്രായത്തിനൊപ്പം നിൻ്റെ കാലത്തിനൊപ്പം വിശ്വാസ വളർച്ച കൈവരിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേര് വിശ്വാസം എന്നല്ല, വേറെ പല പേരുകളുമാണ് ദൈവം വിളിക്കണത്. അതുണ്ടോയെന്ന് നോക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 2:10-1:5 ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും വിശ്വാസത്തിന്റെ പേര് മാറി. എന്താണ്? സുഹൃതം എന്നാണ് വിളിക്കുന്നത്. വിശ്വാസം 2ാം ഘട്ടത്തിൽ അതിൻ്റെ പേര് ബൈബിൾ മാറ്റുന്നുണ്ട്. എന്താണ്? സുഹൃതം. സുഹൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൽപ്രവൃത്തികൾ, നന്മ പ്രവൃത്തികൾ. ഈ വിശ്വാസത്തിന് 2ാം ഘട്ടത്തിലെ പേര് നന്മപ്രവൃത്തികളെന്നാണ്, സുഹൃതമെന്നാണ്. വിശ്വാസം വളരുന്നതനുസരിച്ച് ഈ വിശ്വാസമുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, സുഹൃതമൊന്നുമില്ല. വിശ്വാസ പ്രമാണം അങ്ങനെ ആഞ്ഞു പിടിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ. പക്ഷേ അത് പ്രോബ്ലം എന്താണ്? അതിന് സപ്പോർട്ടീവായിട്ടുള്ള പുണ്യങ്ങളെ ആ വ്യക്തി ആർജിക്കണം. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ. അപ്പൊ ദുരാശ മൂലം ലോകത്തിനുണ്ടാകുന്ന എന്താണ്? വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ. എങ്ങോട്ടാ പോണത്? ഇത് ദൈവിക സ്വഭാവത്തിലേക്കാണ്. മനുഷ്യന്റെ ദൈവിക സ്വഭാവത്തിലേക്കാണ് കൺവേർഷൻ സംഭവിക്കുന്നത്. നിങ്ങൾ അമ്മയോട് പറയേണ്ടത് എന്താണ്? വിശ്വാസത്തെ വളർത്തി എന്നെ ദൈവിക സ്വഭാവത്തിൽ. ഇപ്പം നമ്മുടെ സ്വഭാവത്തിലാണ് ഈ സംഭവം വർക്കൗട്ട് ചെയ്യേണ്ടത്. സ്വഭാവത്തിന് ഈ മാറ്റം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഉടമ്പടി പുതുക്കപ്പെട്ടാൽ ദൈവം അംഗീകരിക്കത്തില്ല. സ്വഭാവത്തിൽ ഈ മാറ്റമുണ്ട്. അത് എങ്ങനെയാണ്? ദൈവീക സ്വഭാവത്തിലേക്കാണ് പകർച്ച വരുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. വായിച്ച അടുത്ത എന്താണ്? സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. സുഹൃതത്തെ ജ്ഞാനം. വിശ്വാസത്തിൻ്റെ 3ാം വിശ്വാസം. 2ാം വിശ്വാസത്തിൻ്റെ പേര് സുഹൃതം എന്നാണ്. 3ാം വിശ്വാസത്തിൻ്റെ പേരെന്താണ്? ജ്ഞാനമെന്ന്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താ?
അനുഭവത്തോടു കൂടിയുള്ള അറിവിനാണ് ജ്ഞാനമെന്ന് പറയുന്നത്. അറിവ് അനുഭവത്തോടു കൂടിയുള്ള അറിവ്. ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചസാര മധുരം ആണ് എന്ന് നമുക്ക് പഞ്ചസാര കാണുമ്പോൾ പറയാം. പക്ഷേ പഞ്ചസാര നക്കി നോക്കിയിട്ട് പറയുമ്പോൾ വേറെ വിഷയമായി. അത് ജ്ഞാനമായി. എന്താ കാര്യം? അത് മധുരമാണെന്ന് നമ്മൾ ജ്ഞാനമായി സംഭവം. ഇപ്പോൾ ഓരോ വിശ്വം അറിവെന്ന് പറഞ്ഞ സാങ്കേതിക ജ്ഞാനമാണ്, അതിൻ്റെ അനുഭവങ്ങളില്ല. അറിവ് അനുഭവജ്ഞാനത്തിലേക്ക് വർദ്ധിക്കുന്ന ഒരു പ്രോസസ്സ് ഉടമ്പടിയുടെ ഭാഗമാണ്. അറിവ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിവ് നേടുന്നത് എന്തിനാണ്? അനുഭവജ്ഞാനം ആനുപാതികമായി വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. അനുഭവജ്ഞാനം, ഈ അനുഭവജ്ഞാനം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. എന്താണ്? അഹങ്കാരം ഉണ്ടാകും. അതാണ് നമ്മൾ ഉടമ്പടിക്കാർക്ക് ചെറുക്ക് പൊടി അഹങ്കാരമുണ്ട്. എന്താ കാര്യം? ഉടമ്പടിക്കാത്ത ആൾക്കാരെക്കാൾ നമുക്ക് ബൈബിൾ അറിയാം, നമ്മൾ സുഹൃതങ്ങൾ അഭ്യസിക്കുന്നുണ്ട്, വിശ്വാസം കൈമാറുന്നുണ്ട്. അപ്പം ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലെന്നുള്ളൊരു സംഭവമില്ലേ, അത് വർക്കൗട്ട് ചെയ്യും. കമ്പാരിറ്റീവായിട്ട് ആൾക്കാരെ കമ്പയർ ചെയ്യും. അതാണ് അഹങ്കാരം വരണത്. അതാണ് അറിവ് അഹങ്കാരം ജനിപ്പിക്കുന്നത് പറയുന്നുണ്ട്. Take the word of God. Sudhikada hallelujah. Hallelujah, 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 hallelujah. ഈശോയെ നന്ദി, hallelujah, hallelujah. ഈശോയെ ഒന്ന് കൊറിന്തോസ് 8:1. 1 കൊറിന്തോസ് 8:1. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. ആത്മീയ ഉത്കർഷം വരുത്തുന്നു. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അപ്പൊ അറിവിനൊരു കുഴപ്പമുണ്ട്. അറിവ് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും. ഈ അറിവ് എന്താ പ്രശ്നം വെച്ചാൽ, ജ്ഞാനം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള എന്താണ്? അവിടെ വെച്ച് ക്ലാസ് കയറ്റം നിൽക്കും, തൊപ്പിയിട്ട് പുറകിലിരിക്കേണ്ടി വരും. എന്താ കാര്യം? അഹങ്കാരം വരും. ഇതുണ്ടോ എന്ന് നോക്കണം, ഇതുണ്ടോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആവശ്യമില്ലാത്തൊരു കോൺഫിഡൻറ്റ് കയറി വരും ഉടമ്പടിയിലൂടെ. എന്നിട്ട് നീ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലെന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കാത്ത ആൾക്കാരെ കുറിച്ച് ആന്തരികമായ അവരൊരു കമ്പാരിസൺ വരും. കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഒരു മനുഷ്യൻ ഏത് നിലയിലും കമ്പാരിസൺ വരരുത്. കാര്യം ഒന്നാമത്തെ ദൈവത്തിൻ്റെ സൃഷ്ടി ആയതുകൊണ്ട് അവൻ്റെ വളർച്ചയിലും നമ്മുടെ വളർച്ചയിലും നമ്മൾ അവനെ കുറച്ചും കൂട്ടിയും പറഞ്ഞാൽ അതെല്ലാം ദൈവത്തെ നേരിട്ട് ബാധിക്കുന്നത്. സൃഷ്ടിച്ച ആൾ വേറെ ആയത് കാരണം നമുക്ക് കമ്പാരിസൺ വന്നാൽ സ്വാഭാവികമായി അതൊരു പാപമായിട്ട് മാറും. അതുകൊണ്ട് പരസ്പരം തുലനം ചെയ്യുന്നവർ വിഡ്ഢികളാണെന്ന് പറയത്തില്ലേ? ഫിലിപ്പിയർ 2:3 ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഫിലിപ്പി 2:3. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. അതിനാ വെളിമയും വിനയവുമാണ് വേണ്ടത്. അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ എന്ന് പറയണത് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഉടമ്പടി പുരോഗമിക്കുന്ന കൂടെ ഈ നമ്മുടെ വിനീത അവസ്ഥ നിലനിർത്തിയെടുക്കണം. അത് ബുദ്ധിപരമായ ആധ്യാത്മിക നിലപാടാണ്. ഉടമ്പടി ജീവിതം പുരോഗമിക്കുന്നതിൻ്റെ സമാന്തരമായിട്ട് അതിൻ്റെ ഫോർമാറ്റ് നിലപാട് തറ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ദാസിയുടെ തൃക്കണ്ണ
ദാസനെ ഉയർത്താൻ എഴുന്നള്ളുകയായി. ഒരുമിച്ച് പാടുക സ്വരത്തിലെ. ദാസിയുടെ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസനെ ഉയർത്താൻ എഴുന്നള്ളുകയായി. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മനെയൊപ്പം ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ജപ്തിനോട് നേരിടുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, വിവാഹ കേസിൽ കിടക്കുന്നവർ, മക്കളുടെ ദുർനടപ്പുകൾ, സാമ്പത്തിക കടങ്ങൾ, PR നഷ്ടപ്പെടുന്നവർ, വിസ പുതുക്കാനുള്ളവർ, നാട്ടിൽ ജോലി അന്വേഷിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥന സമയമാണ്. ഇടിമുഴക്കം പരിശോധിക്കട്ടെ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, ജോലിയില്ലാത്തവർ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ജോലി നഷ്ടപ്പെട്ടവരെ, പ്രമോഷൻ നഷ്ടപ്പെട്ടവരെ, ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നവരെ, അവരെല്ലാവരും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിസ പ്രോസസ്സിലിരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിവാഹ തടസ്സമുള്ളവരെ, വിവാഹത്തിന് കേസുള്ളവരെ, പുറംവഴി വിൽക്കാനുള്ളവർ, വഴിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, ലോൺ അനുവദിക്കപ്പെടാത്തവരെ, എല്ലാ തരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവരെ, അനുകൂലമായ വിധിന്യായങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദം. മുട്ടേ നിൽക്കുക. നിർമ്മല സ്നേഹം നിറയും